അവർക്ക് ആഘോഷപൂർവ്വം 10 അവിശ്വാസ പ്രമേയം കൊണ്ടുവരുവാനുള്ള അവസരം. അത് 10 പേര് പ്രയോജനപ്പെടുത്തിക്കോട്ടെ, നമുക്ക് നോക്കാം ജനങ്ങൾ എന്താ തീരുമാനിക്കുന്നതെന്ന്. 45 വർഷത്തെ ഈ അഴിമതി ഒന്നൊന്നായി പുറത്തു കൊണ്ടുവരും അല്ലേ? ഒന്നും അല്ല, തീർച്ചയായിട്ടും കൊണ്ടുവരും, തീർച്ചയായിട്ടും അത് കൊണ്ടുവരും. പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്കേ കടന്നുള്ളൂ. അതെ, അപ്പോൾ തന്നെ ഇവർക്ക് ഇവരുടെ അസുഖം എന്താണെന്ന് കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണും അല്ലേ? ഞങ്ങളൊക്കെ ABVPയിൽ 90കളുടെ അവസാനം പ്രവർത്തിക്കുമ്പോൾ തന്നെ അവിടെ നടക്കുന്ന ഗുണ്ടാപിരിവ് നേരിട്ട് മത്സ്യക്കച്ചവടം നടത്തുന്ന ഒരു വനിത, ഒരു വീട്ടമ്മ ഇവിടെ വന്നിട്ട് അവർ ക്യാൻസർ പേഷ്യൻ്റ് കൂടിയാണ്. ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് ചെയ്തു. മത്സ്യം വിൽക്കാൻ വേണ്ടി അന്ന് സാധിക്കാത്ത ദിവസം ഒരു മീൻ എടുത്തുകൊണ്ട് പോയി അവരുടെ കയ്യിൽ. ഒരു 3000 രൂപ ഏറ്റവും വിലയുള്ള ഒരു മീൻ എടുത്തുകൊണ്ട് എന്നാണ് അവർ പറഞ്ഞത്. കോൺഗ്രസിനും ഇപ്പോൾ പ്രശ്നമാണ്. അപ്പം പാച്ചുവും ഗോപാലനും ഒന്നിക്കുകയാണ്. ജനങ്ങൾ അത്ഭുതപ്പെട്ടിരിക്കുക. കോൺഗ്രസിൻ്റെ പല കൗൺസിലർമാർ പോലും അത്ഭുതപ്പെട്ടിരിക്കുക. ഇപ്പം അങ്ങ് ഇരുന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ ജനം TV ഓഫീസിൻ്റെ മുന്നിൽ ഇത്ര തെരുവ് നായ്ക്കൾ വളരെ അസ്വസ്ഥ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ നിമിഷം അങ്ങ് അവിടെ എത്തുന്നതിന് മുമ്പ് എന്നെ ഡോഗ് സ്ക്വാഡിനെ അവിടെ വിട്ടാൻ ഞാൻ തയ്യാറാണ്. നമസ്തേ, മറുപടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. തിരുവനന്തപുരം നഗരപിതാവ് ആരാധ്യനായ മേയർ അഡ്വക്കേറ്റ് VV രാജേഷാണ് മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. മറുപടിയിലേക്ക് സ്വാഗതം. നിലവിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടോ? വളരെ ആത്മവിശ്വാസവും ഓരോ ദിവസവും ജനപിന്തുണ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഭരണത്തിലേറെ സത്യം പറഞ്ഞത് അടുത്ത ദിവസം മുതൽ തന്നെ ജനപിന്തുണ ഭയങ്കരമായിട്ട് വർദ്ധിക്കുകയാണ്. ആ ഒരു ആത്മവിശ്വാസമാണ് ഉള്ളത്. എന്താണ് ഇവരുടെ പ്രശ്നം? എന്താണ്? ഭരണം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു പ്രശ്നമാണ്. CPM സംബന്ധിച്ചിടത്തോളം അവർക്ക് പരമ്പരാഗതമായി വെച്ചാൽ അവരുടെ തലമുറകളായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനധികൃത പണമുണ്ട്. ഈ പണമിടപാടുകളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സോഴ്സായിരുന്നു പാളയം മാർക്കറ്റ്. ഓക്കെ. ഞങ്ങളൊക്കെ ABVPയിൽ 90കളുടെ അവസാനം പ്രവർത്തിക്കുമ്പോൾ തന്നെ അവിടെ നടക്കുന്ന ഗുണ്ടാപിരിവ് നേരിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ABVP ആയിരുന്നപ്പോൾ ഞങ്ങളൊന്നും ആർക്കും അറിയില്ല. അവിടെ ചെല്ലുമ്പോൾ തന്നെ ഈ മത്സ്യക്കച്ചവടം നടത്താൻ വരുന്ന വീട്ടമ്മമാരെയൊക്കെ ഭീഷണിപ്പെടുത്തി മസിൽ പവർ കാണിച്ച് തലയിൽ വട്ടക്കെട്ടും കെട്ടി ചെന്ന് ഗുണ്ടാപിരിവ് നടത്തുന്നവരെ കണ്ടിട്ടുണ്ട്. ഇത് പാർട്ടി നേതൃത്വത്തിൽ തന്നെയാണ് നടക്കുന്നത്? അത് പാർട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നടക്കുന്നത്. പല പാർട്ടി പ്രവർത്തകരും നേതൃത്വം കൊടുക്കുന്നത് അന്ന് കണ്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് അത് വളരെ കൂടുതൽ ഒരു ക്രൂരമായ ഒരു അവസ്ഥയിലേക്ക് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു അരമന രഹസ്യമായിരുന്നു. പക്ഷേ പുറത്ത് പറയാൻ പലർക്കും മടിയും ഭയവുമായിരുന്നു. കോർപ്പറേഷൻ മേയറായതിനു ശേഷം ആ രേഖകൾ കൂടി പരിശോധിച്ചപ്പോഴേക്കും ഞങ്ങൾക്ക് അവിടെ നടക്കുന്ന വളരെ വലിയൊരു തടയപ്പെടേണ്ട കാര്യമാണെന്ന് മനസ്സിലായി. അത് പഠിച്ച് വിലയിരുത്തി വന്നപ്പോഴാണ് മത്സ്യക്കച്ചവടം നടത്തുന്ന ഒരു വനിത, ഒരു വീട്ടമ്മ ഇവിടെ വന്നിട്ട് അവർ ക്യാൻസർ പേഷ്യൻ്റ് കൂടിയാണ്. ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് വരുന്നു. അവർക്ക് മത്സ്യം വിൽക്കാൻ വേണ്ടി അന്ന് സാധിക്കാത്ത ദിവസം ഒരു മീൻ എടുത്തുകൊണ്ട് പോയി അവരുടെ കയ്യിൽ നിന്ന്. ഒരു 3000 രൂപ ഏറ്റവും വിലയുള്ള ഒരു മീൻ എടുത്തുകൊണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ഒരു ദിവസം അവിടെ ഒരു കൊട്ട മത്സ്യം വിൽക്കണമെങ്കിൽ 500 രൂപ ഗുണ്ടാപിരിവ് കൊടുക്കണം. കോർപ്പറേഷൻ്റെ നിയമം അനുസരിച്ച് 20-25 രൂപയാണ് കൊടുക്കേണ്ടത്. പക്ഷേ 500 രൂപ കൊടുക്കണം. 500 രൂപ അന്ന് അവർക്കൊരു കച്ചവടം നടന്നില്ല. ആ പാവത്തിൻ്റെ ഏതൊരു മീൻ എടുത്തുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഭീഷണിപ്പെടുത്തിയാണ്. പിന്നെ അവിടെ സ്മാർട്ട് സിറ്റി പല കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ആ കെട്ടിടങ്ങളിലേക്കൊക്കെ കയറുന്ന വഴികൾ, സ്റ്റെയർ കേസിൻ്റെ മുമ്പിലൊക്കെ അനധികൃതമായി രാത്രിയുടെ മറ പിടിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് അതിന് ഒരു ദിവസം 2000-3000 രൂപയ്ക്ക് ചിലർ വാടകയ്ക്ക് കൊടുക്കുകയാണ്. ഇതിലൊക്കെ തന്നെ CPMൻ്റെ ഒത്താശയോടുകൂടിയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ വിഹിതം CPM നേതൃത്വത്തിനും പോകുന്നുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. എനിവേ, പാളയം മാർക്കറ്റിലെ ഗുണ്ടാപിരിവ് അവസാനിപ്പിക്കുവാൻ വേണ്ടി ഭരണസമിതി തീരുമാനിക്കുകയും ഞങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുൾപ്പെടെ മേയറുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ സെക്രട്ടറിയും എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ആൾക്കാരൊക്കെ വ്യക്തമായി പഠിച്ചു, രേഖകൾ പരിശോധിച്ചു. അനധികൃത നിർമ്മാണങ്ങളെ പൂർണ്ണമായി ഞങ്ങൾ ഒഴിവാക്കി. ഗുണ്ടാപിരിവ് അവസാനിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും പണം വന്നുകൊണ്ടിരുന്ന വലിയൊരു സോഴ്സ് അവർക്ക് അടയുകയുണ്ടായി. മറ്റൊന്ന്, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ നിരവധി കെട്ടിടങ്ങൾ ആരുടെയെങ്കിലും ഒരു വ്യക്തിയുടെ പേരിൽ എടുത്തിട്ട് അവിടെയൊക്കെ തന്നെ പാർട്ടി ഓഫീസുകൾ തുറന്ന് പ്രവർത്തിക്കുന്നത് പതിറ്റാണ്ടുകളായി. CPMൻ്റെ പല പാർട്ടി ഓഫീസുകളും പ്രവർത്തിക്കുന്നു. ഇവിടെ ഇപ്പോൾ കടകംപള്ളിയിലൊന്ന് കണ്ടു. നമ്മുടെ ടൗൺ പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പാറ്റൂർ രാധാകൃഷ്ണൻ്റെയും ചെമ്പഴന്തി ഉദയൻ്റെയും നേതൃത്വത്തിൽ കുറവൻകോണത്ത് നിന്ന് ഒരു പാർക്കിനകത്തുള്ള ഓഫീസിൽ കയറിയപ്പോഴേക്കും അവിടെയൊക്കെ തന്നെ CPMൻ്റെ കൊടിതോരണങ്ങളും നേതാക്കന്മാരുടെ ഫ്ലക്സും ഫോട്ടോയും ചിലയിടത്ത് മദ്യക്കുപ്പികളൊക്കെ കാണുകയാണ്. ഇത് കോർപ്പറേഷൻ്റെ ബിൽഡിങ്ങാണിത്. കുട്ടികൾ കളിക്കാനുള്ള പാർക്കാണത്. അവരുടെ വിശ്രമ കേന്ദ്രമാണത്. അതുപോലെ തന്നെ 2 കല്യാണ മണ്ഡപങ്ങൾ. കമലേശ്വരത്തൊരു കല്യാണ മണ്ഡപം ദിവസം 10,000 രൂപ വാടക കിട്ടുന്നൊരു മണ്ഡപം 5 വർഷത്തേക്ക് ഒരു CPMൻ്റെ ബിനാമിക്ക് കൊടുത്തിരിക്കുകയാണ്.
തുച്ഛമായ പൈസയ്ക്ക്. ഒരു ദിവസം 10,000 രൂപയാണ് അവിടെ വാടക കിട്ടുന്നത്. ഒരു കർക്കിടക മാസം ഒഴികെ കർക്കിടക മാസത്തിൽ പോലും ചില ചടങ്ങുകൾ അവിടെ നടക്കാറുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും AC ഹാളാണ്, എല്ലാ ദിവസവും അവിടെ കല്യാണം നടക്കുന്ന ഒരു സ്ഥലമാണ് കൊടുത്തിരിക്കുന്നത്. മുടവൻ മുകളിൽ 1.5 ആ വരുമാനം കോർപ്പറേഷന് ലഭിക്കാറില്ലെന്ന് കോർപ്പറേഷൻ തുച്ഛമായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വർഷം 10 ലക്ഷം രൂപ എന്തോ കോർപ്പറേഷന് അടച്ചാൽ മതി, ബാക്കി മുഴുവൻ അദ്ദേഹത്തിന് എടുക്കുക. പക്ഷേ ഒരു വർഷത്തിൽ ഏറെക്കുറെ എല്ലാ ദിവസവും അവിടെ ചടങ്ങുകളുണ്ട്. ഒരു 10,000 രൂപ ഉണ്ട് അവിടുത്തെ വാടക. അക്കൗണ്ട്സ് നോക്കിയാൽ എക്സാക്റ്റ് കണക്ക് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ മുടവൻ മുകൾ മാസങ്ങളായി കരാർ കാലാവധി അവസാനിച്ചിട്ട് കരാറുകാരൻ തന്നെയാണ് ഇപ്പോഴും നടത്തുന്നത്, അതിൻ്റെ പൈസ കോർപ്പറേഷൻ അടയ്ക്കാറില്ല. അപ്പോൾ ഞങ്ങളുടെ വിലയിരുത്തൽ 2 കല്യാണ മണ്ഡപമാണ് ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് ഒഴിപ്പിച്ചത്. ഇതൊക്കെ തന്നെ CPMൻ്റെ ബിനാമികളാണ്. അപ്പോൾ ഇവിടെ വിഴിഞ്ഞം ഹാർബർ വാർഡിൽ ഞാൻ നേരിട്ട് എനിക്കൊരു വീട്ടമ്മമാർ ഒന്ന് പരാതി തന്നു. ചെന്ന് നോക്കിയപ്പോഴേക്കും ഒരു 350-360 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഫ്ലാറ്റുണ്ട് മൈലാഞ്ചിക്കല്ല്. ആ ഫ്ലാറ്റ് 91 കോടി രൂപയായിരുന്നു എസ്റ്റിമേറ്റ്. അത്രയും ചിലവായെന്ന് തോന്നുന്നില്ല. പക്ഷേ ആ ഫ്ലാറ്റ് കോൺക്രീറ്റ് ചെയ്ത് അവർക്ക് കൈമാറി 4ാമത്തെ വർഷം കോൺക്രീറ്റ് പൊളിഞ്ഞു വീഴുകയാണ്. 4 വർഷം കഴിഞ്ഞപ്പോഴേക്കും കോൺക്രീറ്റ് പൊളിഞ്ഞു വീഴുന്നു എന്ന് പറയുമ്പോഴേക്കും എന്തുമാത്രം അനാസ്ഥയോടെയാണ് ആ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തുമാത്രം അഴിമതി അതിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ വലിയൊരു പരിശോധന വേണ്ടി വരും. സ്മാർട്ട് സിറ്റി 1000 കോടി രൂപയ്ക്ക് പുറത്ത് ചിലവാക്കി നിർമ്മിച്ച സ്മാർട്ട് സിറ്റി, ആ സ്മാർട്ട് സിറ്റിയിൽ പണിത കെട്ടിടങ്ങളൊന്നും തന്നെ 3-4 വർഷമായി തുറക്കുന്നില്ല. ഇന്നുവരെ തുറന്നിട്ട് ഇതുവരെ ഒരൊറ്റ കടയും ആൾക്കാർ വാടകയ്ക്ക് എടുക്കുന്നില്ല. കടയിലൊന്നും തന്നെ എയർ ഹോൾ പോലുമില്ല. ഏത് എഞ്ചിനീയറാണ് നിർമ്മിച്ചത്? 115 കോടി രൂപ ചെലവഴിച്ച് 115 ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങി ഈ നഗരത്തിൽ തലങ്ങും വിലങ്ങും കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഓടുന്നുണ്ട്. അതിൻ്റെ ലാഭം കോർപ്പറേഷൻ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 1 രൂപ ഇന്നുവരെ കോർപ്പറേഷൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല. ഈ ബസ് വാങ്ങിച്ചപ്പോഴേക്കും അതിൻ്റെ ടെൻഡർ നടപടികൾ രേഖകൾ ഒന്നും സമർപ്പിച്ചിട്ടില്ല. ഏത് കമ്പനിയാണ് ഏറ്റവും ലോവസ്റ്റ് കൊട്ടേഷൻ സമർപ്പിച്ചത്, വണ്ടിയുടെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണ്, അപ്പോൾ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ. അപ്പോൾ ഇങ്ങനെ നടന്നിട്ടുള്ള ഈ കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ വലിയ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. ഇക്കാര്യങ്ങളിലേക്ക് കഴിഞ്ഞ 6 മാസം കൊണ്ട് തന്നെ ഈ ഭരണസമിതി ആഴ്ന്നിറങ്ങുകയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തപ്പോൾ CPMൻ്റെ പല സ്ഥലത്തുള്ള വരുമാന സ്രോതസ്സ് അടഞ്ഞു. അപ്പോഴേക്കും അവർക്ക് അസ്വസ്ഥത ഉണ്ടാകും. പക്ഷേ കോൺഗ്രസ് കൂടി ഇക്കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് കേരള രാഷ്ട്രീയം എന്തുമാത്രം ഒരു ജീർണതയുടെ വക്കിലോട്ട് പോകുമെന്ന് ഞങ്ങൾ റിയലൈസ് ചെയ്യുന്നു. പക്ഷേ അഴിമതിക്കെതിരായിട്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതി ആരംഭിച്ചിട്ടുള്ള ധാർമ്മികതയുടെ പേരിലുള്ള പോരാട്ടം പ്രവർത്തനം, അത് ഞങ്ങൾ ഓരോ ദിവസവും ഊർജ്ജസ്വലതയോടെ ഞങ്ങൾ മുന്നോട്ട് പോകും. അല്ല, 45 വർഷത്തെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നു അല്ലേ? അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്കേ കടന്നുള്ളൂ. അതെ. അപ്പോൾ തന്നെ ഇവരുടെ അസുഖം എന്താണെന്ന് കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണും അല്ലേ? അതല്ല, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിനും ഇപ്പോൾ പ്രശ്നമാണ്. അപ്പം പാച്ചുവും ഗോപാലനും ഒന്നിക്കുകയാണ്. അത് കേരളത്തിൽ ജനങ്ങൾ അത്ഭുതപ്പെട്ടിരിക്കുക. കോൺഗ്രസിൻ്റെ പല കൗൺസിലർമാർ പോലും അത്ഭുതപ്പെട്ടിരിക്കുക. ഇത്രത്തോളം ഒരു ഡീപ്പായിട്ടുള്ള ഒരു അഴിമതി നടന്നൊരു പ്രസ്ഥാനത്തിനോടൊപ്പം കോൺഗ്രസ്സിന് എങ്ങനെയാണ് ചേരാൻ ഞങ്ങൾക്ക് സാധിക്കുന്നതെന്ന് കോൺഗ്രസിൻ്റെ പല കൗൺസിലർമാരും അതിശയിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ കാത്തിരിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് കാണാൻ. എന്തായാലും ഞങ്ങൾ വളരെ അത്യുത്സാഹത്തോടുകൂടി ഭരണസമിതിയെ പിന്തുണയ്ക്കുന്നവരൊക്കെ തന്നെ നല്ല ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ ജനങ്ങൾ ഭരണസമിതിക്ക് പോകണം. അല്ല, കോൺഗ്രസ്സാണ് ഇപ്പോൾ തിങ്കളാഴ്ച അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത് അല്ലേ? എന്തുകൊണ്ട് ഇവരുടെ ഭാഗത്തുനിന്ന് CPMൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു മൂവ് ഇല്ലാത്തത്? അല്ല, തിങ്കളാഴ്ച അവിശ്വാസ പ്രമേയം ഒന്നും കൊണ്ടുവരാൻ സാധിക്കില്ല. വെറുതെ വാർത്തകൾ കൊടുത്ത് വാർത്തകൾക്ക് വേണ്ടി പറയുന്നില്ല. അപ്പം ആരും വിചാരിച്ചാൽ തിങ്കളാഴ്ച അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ സാധിക്കില്ല. ഇനി അവിശ്വാസ പ്രമേയം എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഞാൻ പറയുന്നത് 5 വർഷമുണ്ട്, 6 മാസത്തിലേക്ക് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാം. അവർക്ക് ആഘോഷപൂർവ്വം 10 അവിശ്വാസ പ്രമേയം കൊണ്ടുവരുവാനുള്ള അവസരമുണ്ട്. അത് 10 പേര് പ്രയോജനപ്പെടുത്തിക്കോട്ടെ, നമുക്ക് നോക്കാം ജനങ്ങൾ എന്താ തീരുമാനിക്കുന്നതെന്ന്. അല്ല, ഈ സുഗതൻ്റെ വാഴോട്ടുകോണം കൗൺസിലർ സുഗതനെ കാപ്പ കേസിൽ കുടുക്കിയത് തൊട്ട് ഈ ഒരു അട്ടിമറിക്കുള്ള ശ്രമം ആരംഭിച്ചില്ലേ? അതിലും ഈ നമ്മുടെ ഇപ്പം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഒരു പിന്തുണ കൊടുത്തില്ലേ? അല്ലാതെ ചെയ്യാൻ സാധിക്കില്ലല്ലോ. 6 മാസം കഴിയുമ്പോഴേക്കും ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള എല്ലാ ചേരുവകളും ചേർക്കുകയാണ് ഞങ്ങൾക്ക് നേരത്തെ അറിയാം. ഞാനിപ്പോൾ ഒരു ദിവസം കൊണ്ട് ഞാൻ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ദിവസം കൊണ്ട് ഓടി വന്ന് മേയറായിട്ടിരുന്ന ആളല്ലല്ലോ. കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥി യോജന സംഘടനാ പ്രവർത്തനം സംസ്ഥാന തലത്തിൽ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചിട്ടുള്ള ഏറെക്കുറെ എല്ലാ രാഷ്ട്രീയ നീക്കങ്ങളും മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ 6ാമത്തെ മാസം കഴിയുന്ന അടുത്ത ദിവസം അവിശ്വാസ പ്രമേയം വരുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടെയാണ് ഭരണം ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് വരാൻ പോകുന്നത്, അതിന് ഏതൊക്കെയാണ്
നടപടികൾ സ്വീകരിക്കേണ്ടെന്നുള്ള ഉത്തമ ലക്ഷ്യത്തോടും വിശ്വാസത്തോടും തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അല്ല, ഇപ്പോൾ ഈ സുഗതൻ്റെ കേസ് ഹൈക്കോടതിയിലാണുള്ളത് അല്ലേ? ആ പരിഗണന ഹൈക്കോടതിയിൽ എത്തിയിട്ടില്ല. അടുത്ത ആഴ്ച കോടതിയുടെ പരിഗണനയിലാണ്, കാപ്പ ബോർഡിൻ്റെ പരിഗണനയിലാണ്. കാപ്പ ബോർഡിൻ്റെ പരിഗണനയിലുള്ളത്. മാത്രമല്ല അദ്ദേഹത്തെ അയോഗ്യനാക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നിലവിൽ സുഗതനെ പ്രതിപക്ഷം അയോഗ്യനാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ സുഗതനെ പുറത്താക്കണം എന്ന് പറഞ്ഞിട്ടാണല്ലോ, സുഗതൻ രാജിവെക്കണം എന്ന് പറഞ്ഞിട്ടാണല്ലോ പ്രതിപക്ഷത്തിൻ്റെ പ്രക്ഷോഭം. അതെ, പല പ്രതിപക്ഷം ഇപ്പോഴും ഞാൻ ജയിച്ചത് മേയറായത് പോലും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അവർ തോറ്റത് പോലും അവർ അംഗീകരിക്കുന്നില്ല. പ്രതിപക്ഷ നേതാക്കന്മാർ അവർ തോറ്റു എന്ന് പോലും അവർ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അത് ഇപ്പോൾ പശ്ചിമ ബംഗാളിലൊക്കെ ഇങ്ങനെയായിരുന്നു, ത്രിപുരയിലും ഇങ്ങനെയായിരുന്നു. അത് കുറച്ച് ദിവസം എടുക്കും, അവർ ചിലപ്പോൾ 1-2 വർഷമൊക്കെ എടുക്കും അവർ അംഗീകരിക്കാൻ വേണ്ടി. അത് നമ്മുടെ മുമ്പിലൊരു ഘടകമല്ല. അല്ല, എന്തായാലും ഈ 45 വർഷത്തെ ഈ അഴിമതി ഒന്നൊന്നായി പുറത്തു കൊണ്ടുവരും അല്ലേ? ഒന്നും എല്ലാം തീർച്ചയായിട്ടും കൊണ്ടുവരും, തീർച്ചയായിട്ടും അത് കൊണ്ടുവരും. ഇപ്പം പുറം ലോകം അറിഞ്ഞാൽ ഞെട്ടുന്ന അഴിമതി കഥകളുണ്ട്. സ്മാർട്ട് സിറ്റിയുടെ ഞാൻ ഇന്നലെ മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞു, സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെ സയൻറ്റിഫിക് ഓഡിറ്റ്, അതായത് ഫോറൻസിക് ഓഡിറ്റ്, അതിന് വിധേയമാക്കണം എന്നുള്ളൊരു അഭിപ്രായം സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ വന്നിട്ടുണ്ട്. അത് തീരുമാനമായി. നെക്സ്റ്റ് വർക്കിംഗ് ഡേ തന്നെ ചീഫ് സെക്രട്ടറിയോട് സ്മാർട്ട് സിറ്റിയുടെ യോഗം വിളിക്കാൻ ആവശ്യപ്പെടും. അതിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ അത് ഫോറൻസിക് ഓഡിറ്റിന് A to Z തുടങ്ങിയത് മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ ഫോറൻസിക് ഓഡിറ്റിന് വിധേയമാക്കണമെന്ന് ഞങ്ങൾ രേഖാമൂലം ആവശ്യപ്പെടും. ഓക്കെ. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ അലങ്കോലപ്പെടുത്താനുള്ള വലിയ ശ്രമം നടന്നല്ലോ. അപ്പോൾ താങ്കൾ അകത്തോട്ട് വരുന്നത്, താങ്കളുടെ ചേംബറിലേക്ക് വരുന്നത് പ്രതിരോധിക്കാൻ വേണ്ടി ഇരിക്കുന്നു, അല്ലെ പ്രത്യേകിച്ച് സ്ത്രീ കൗൺസിലർമാരെ അവിടെ ഇരുത്തുന്നു, താങ്കൾ ചവിട്ടിമതിച്ച് അകത്തോട്ട് കടന്നു എന്നൊക്കെയാണല്ലോ വലിയ ആക്ഷേപം. അന്ന് എന്താ ഇവിടെ സംഭവിച്ചത്? അല്ല, അന്ന് രാവിലെ മുതൽ തന്നെ പല CPM നേതാക്കന്മാർ ഈ കോർപ്പറേഷൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ കയറിയിട്ട് സമരത്തിന് നേതൃത്വം കൊടുക്കാനുള്ള ഒരു നീക്കമുണ്ടായിരുന്നു. പക്ഷേ ഭരണസമിതിയുടെ നിലപാട്, ഞങ്ങളുടെ പ്രഖ്യാപന നിലപാട്, കൗൺസിലർമാർക്ക് ഇവിടുത്തെ സ്റ്റാഫ് അവരൊക്കെ തന്നെ സംഘടനാ പ്രവർത്തനം നടത്തുന്നുണ്ട്. അവർക്കൊക്കെ തന്നെ സ്വാഭാവികമായിട്ട് അവർ പ്രതിഷേധിക്കാറുണ്ട്, ആഹ്ലാദ പ്രകടനം നടത്താറുണ്ട്, പിന്തുണ അർപ്പിച്ച പ്രകടനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്താറുണ്ട്. NGO സംഘം നടത്താറുണ്ട്, കോൺഗ്രസിൻ്റെ യൂണിയൻ നടത്താറുണ്ട്, മുസ്ലിം ലീഗിൻ്റെ യൂണിയനിലെ പ്രവർത്തകരുണ്ട്, LDFൻ്റെ CPMൻ്റെ CPIയുടെ ഒക്കെ യൂണിയൻ, അതൊക്കെ സ്വാഭാവികം. ഇവിടുത്തെ സ്റ്റാഫ് കൗൺസിലർമാർ ഞങ്ങൾ പ്രതിഷേധത്തായിരുന്നപ്പോഴും നടത്താറുണ്ട്. ജനാധിപത്യപരമായിട്ട് അവർ ഇതിനകത്തൊക്കെ തന്നെ പ്രതിഷേധിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്യാറുണ്ട്. അത് നമുക്ക് ആവണം. കൗൺസിലിനകത്തും പ്രതിഷേധിക്കാം, പിന്തുണയ്ക്കാം, ഒക്കെ ആവാം. പക്ഷേ പുറത്തുനിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ഈ കോർപ്പറേഷൻ കോമ്പൗണ്ടിനുള്ളിൽ കടന്ന് രാഷ്ട്രീയ പരിപാടികൾ നടത്തുന്നത് നമ്മുടെ കയ്യിൽ നിൽക്കാത്ത അവസ്ഥ ഉണ്ടാകും. അപ്പോൾ അക്കാര്യം ഞങ്ങൾ പോലീസിനോട് അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, കൗൺസിലർമാരൊക്കെ തന്നെ ഇതിനകത്ത് ഈ കോർപ്പറേഷൻ ബിൽഡിങ്ങിനുള്ളിൽ സമരപരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഇവിടെ വരുന്ന സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളാണ് കൂടുതലും ഇവിടെ വരുന്നത്. അവർക്ക് ഓഫീസിൽ വന്ന് കാര്യങ്ങൾ സാധിച്ചു പോകുന്നതിന് തടസ്സമുണ്ടാക്കരുത്. മേയർ, ഡെപ്യൂട്ടി മേയർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ജീവനക്കാർ, ഇപ്പോൾ കോർപ്പറേഷൻ സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, അവരൊക്കെ തന്നെ ഓഫീസിൽ വരികയും ജനങ്ങൾക്ക് വേണ്ടിയല്ല ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. മേയർ ഓഫീസിൽ വരുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയും കോർപ്പറേഷന് വേണ്ടി പ്രവർത്തിക്കാനാണ്. അപ്പം മേയർ ഓഫീസിൽ കയറാൻ പാടില്ല. പിന്നെ ഞാൻ ഓഫീസിൽ കയറാൻ എവിടെ നിന്ന് പ്രവർത്തിക്കും? എൻ്റെ രേഖകളൊക്കെ തന്നെ ഇവിടെ ഇല്ലേ? എനിക്ക് മേയർ എന്നുള്ള എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന എല്ലാ എക്യുപ്മെൻറ്റ്സും ഇവിടെയാണ്. എനിക്ക് ഇവിടെ ഇരിക്കാൻ വേണ്ടി ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ള റൂം ഇതാണ്. അപ്പോൾ എൻ്റെ 5 വർഷ കാലാവധി എനിക്കിതിനകത്ത് സുഖമായിട്ട് വരാനും പോകാനും സാധിക്കണം. ഡെപ്യൂട്ടി മേയർക്ക് വരാനും പോകാനും സാധിക്കണം. ആ ഡോറ് മാത്രം ഒന്ന് ഓപ്പൺ ചെയ്തിട്ടാൽ മതി. ഇനിയിപ്പം കൗൺസിലർമാർ ആ ഡോറിൻ്റെ 2 സൈഡിൽ ഒരു സമരം ചെയ്ത് കഴിഞ്ഞാലും ഞാൻ ജനാധിപത്യ സമരങ്ങളെ ആസ്വദിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷേ മേയർക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് മേയറുടെ ഡോറിൻ്റെ മുമ്പിൽ ഒരു 4 കസേര എടുത്തിട്ട് തടസ്സപ്പെടുത്തുന്നു. സാധാരണക്കാരായ ജനങ്ങൾ വരുമ്പോൾ മേയർ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിച്ച് ഭീഷണിപ്പെടുത്തി അയക്കുന്നു, മേയർ ഇന്ന് വരില്ല എന്ന് പറഞ്ഞ് അയക്കുന്നു. അങ്ങനെയൊക്കെ ഒരു സ്ഥാപനത്തിൽ അയക്കുന്നതിന് നമ്മൾ അനുവദിച്ചു കൊടുത്താൽ ഈ പ്രസ്ഥാനം തന്നെ ഉണ്ടാവുകയില്ല. അക്കാര്യങ്ങളോട് മാത്രമാണ് വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. ഞാൻ എൻ്റെ റൂമിലേക്ക് കയറി, അത്രമാത്രമേ. പിന്നെ അപ്പോൾ വന്നപ്പോഴേക്കും ഒരു സ്വാഭാവികമായിട്ട് ഒരു സമരത്തിൻ്റേതായ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ട്. അത് തരണം ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോയി. അല്ല, പോലീസിൻ്റെ അനാസയുണ്ടായില്ലേ? സാധാരണ മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും ചേംബർ ഉപരോധിക്കുന്ന സമയത്ത് അവരെ മുൻകൂട്ടി നീക്കം ചെയ്യേണ്ടതല്ലേ? അല്ല നിങ്ങൾക്ക് കടന്നു വരുന്ന സമയത്ത് പ്രൊട്ടക്ഷൻ തരേണ്ട പോലീസ് അന്ന് നോക്കുകുത്തിയായില്ല? അല്ല, പോലീസ് അതൊക്കെ നേരത്തെ ഞാൻ പോലീസിനെ അറിയിച്ചിട്ട് തന്നെയാണ് വന്നത്. പോലീസ് വിളിച്ചു, പോലീസിന് ഇങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു. അതൊക്കെ പോലീസ് നേരത്തെ കാര്യങ്ങൾ പോലീസ് ചെയ്യേണ്ട കാര്യങ്ങൾ പോലീസ് ചെയ്യേണ്ടതാണ്. ഇനിയിപ്പോൾ എന്തായാലും പോലീസ് ചെയ്താലും ഇല്ലെങ്കിലും ഞങ്ങൾ ജനാധിപത്യപരമായ രീതിയിൽ ഞങ്ങൾ പ്രവർത്തിക്കും. പോലീസ് ചെയ്യേണ്ട കാര്യങ്ങൾ പോലീസ് ചെയ്യേണ്ടതാണ്. ഞാനിപ്പോൾ കുറ്റപ്പെടുത്താനും തയ്യാറാവുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കേണ്ടാണ് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം, വരട്ടെ. അല്ല, ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പിന്നെ പുനർസത്യപ്രതിജ്ഞ ചെയ്തല്ലോ അല്ലേ? അത് പെട്ടെന്ന് ചെയ്തതും ഇവരെ
പിന്നെ അലോസരപ്പെടുത്തിയെന്ന് തോന്നുന്നു അല്ലേ? ഹൈക്കോടതി ഉത്തരവ് കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട്. ഹൈക്കോടതി ഉത്തരവ് പാലിച്ചു. അറിയിക്കേണ്ട ഘടകങ്ങളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ, അതോടൊപ്പം തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി, LSTD പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് ഹൈക്കോടതിയുടെ വിധിയുടെ പകർപ്പ് അയച്ചു കൊടുത്തു. അവരോട് പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പ് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നൊരു തീരുമാനമാണ് ഭരണസമിതി എടുത്തത്. ഈ വിധി അറിഞ്ഞ ഉടൻ തന്നെ കൗൺസിലർമാർ, ഈ സത്യപ്രതിജ്ഞ ചെയ്യേണ്ട 19 കൗൺസിലർമാർ, അവർ റിക്വസ്റ്റ് കൊടുത്തു സെക്രട്ടറിക്ക്, ഇങ്ങനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇത്ര നമ്പർ കേസിൽ ഇങ്ങനെ ഒരു വിധി വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സത്യപ്രതിജ്ഞ ചെയ്യണം. ഉടൻ തന്നെ സെക്രട്ടറി മേയറെ അറിയിച്ചു. മേയർ അതിൻ്റെ സമയം നിശ്ചയിച്ചു കൊടുത്തു. അവർ ആ കൺവീനിയൻ്റ് ആയിട്ടുള്ള എല്ലാവരും ആ സമയത്ത് സത്യപ്രതിജ്ഞ ചെയ്തു. അത് സ്വാഭാവികമായിട്ട് ഹൈക്കോടതി ഉത്തരവ്, ഞങ്ങൾ ഒരു കോടതി ഉത്തരവ് വന്നാൽ വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്നാണ് സാധാരണ പറയാറുള്ളത്. ഞങ്ങൾ നടപ്പിലാക്കി. അപ്പോൾ അത് ഇവരെ അറിയിക്കാത്തതിലുള്ള പ്രതിഷേധമാണോ, അമർഷമാണോ? അല്ല, അവരെ അറിയിച്ചല്ലോ. പിന്നെ ഇത് എല്ലാവരെയും വിളിച്ച് നടത്താൻ വേണ്ടിയിട്ട് കോർപ്പറേഷൻ നടക്കുന്ന ഒരു കല്യാണ ചടങ്ങൊന്നുമല്ലല്ലോ. കോർപ്പറേഷൻ ഒരു ഹൈക്കോടതി ഉത്തരവില്ലേ നടക്കില്ല വാക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെയാണ് നടത്തിയത്. ഇപ്പം എന്തായാലും ഈ ഭരണം അട്ടിമറിക്കാനുള്ള പ്രതിപക്ഷത്തിൻ്റെ ശ്രമം വിലപ്പോവില്ല. ഇപ്പം നിയമപരമായി നീങ്ങിയാൽ പോലും അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയുമില്ല, ഒരു എവിഡൻസും ഇല്ല. പിന്നെ നിയമപരമായിട്ട് അവർക്ക് ഏതൊക്കെ തരത്തിൽ പോകാൻ സാധിക്കുമോ അത് പൊയ്ക്കോട്ടെ, അതൊന്നും നമ്മളെ സംബന്ധിച്ച് പ്രശ്നമൊന്നുമില്ല. ഇവിടെ വരുന്ന ജനങ്ങളെയും ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരെയും തടസ്സപ്പെടുത്തരുത്. നമ്മുടെ പോയിൻ്റ് അത്ര മാത്രമേ ഉള്ളൂ. പൊതുവെ ഇത്രയും കാലമായി മേയർ പദവിയിൽ ഇരിക്കുന്നു, എങ്ങനെ കാണുന്നു ഈ പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് അല്ലേ ആളുകൾ സാധാരണക്കാർ സമീപിക്കുന്നത് അല്ലേ? ദിവസം ഒരു 200 മുതൽ 250 വരെ ആൾക്കാർ കാണാൻ വരാറുണ്ട് പലപ്പോഴായിട്ട്. മാസം ഒരു 7000 മുതൽ 10000 വരെ ആൾക്കാർ കാണാറുണ്ട്. 10000 പേര് വരുന്നത് 10000 പ്രശ്നങ്ങൾ പറയാനാണ്. അപ്പോൾ അത് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. വളരെ സന്തോഷത്തോടെയാണ് അവരെയൊക്കെ തെളിച്ചത്. കാര്യം വ്യക്തി വന്ന് നമ്മളോടൊരു പ്രശ്നം പറയുമ്പോൾ നമുക്കത് പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ളത് ഏറ്റവും സന്തോഷം അതല്ലേ. ഒരാളിന് അതിലൊരു നിവൃത്തിയോടുകൊണ്ടാണല്ലോ വരുന്നത്. പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ തന്നെയാണോ ഇതൊക്കെ? എല്ലാം സാധിക്കാറില്ല. എന്നാൽ വരുന്നതിൽ ഒരു 30 മുതൽ 40% വരെ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കാറുണ്ട്. ചിലത് നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല. അങ്ങനെയുള്ളവർ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. ഞാനും എൻ്റെ സഹപ്രവർത്തകരും ഒക്കെ തന്നെ അതിൽ സജീവമായിട്ട് ഇടപെടാറുണ്ട്. മുൻ ഭരണസമിതികളുടെ കാലത്ത് ഇത്രയും പ്രാപ്യമായിരുന്നോ മേയർ? വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഞാനിപ്പോൾ ഇരിക്കുന്ന ചുമതലയിരുന്ന ആൾക്കാരെക്കുറിച്ച് ഞാൻ അങ്ങനെ ഒരു പരാമർശം നടത്തുന്നില്ല. പല അഭിപ്രായം പറയുന്നുണ്ട്. ഒരാളിനെ കുറിച്ച് മാത്രമല്ല, പലരെക്കുറിച്ചും പല ശൈലിയെക്കുറിച്ച്. ഓരോരുത്തരുടെ ശൈലിയാണ്. ഇപ്പോൾ എൻ്റെ ശൈലി ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, അതിൽ വിയോജിപ്പുള്ളവരുണ്ടാവാം. അതുപോലെ മറ്റുള്ളവരുടെ ശൈലി യോജിപ്പുള്ളവരുണ്ടാവാം. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഒരു സ്വീകാര്യത താങ്കൾക്ക് ലഭിക്കുന്നില്ലേ? അങ്ങനെ തോന്നിയിട്ടില്ലേ? അല്ല, സ്വീകാര്യത ലഭിക്കുന്നോ ഇല്ല എന്നുള്ളതിലപ്പുറം മേയർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ മുമ്പിൽ വരുന്ന ഒരാവശ്യം അവരുടെ രാഷ്ട്രീയ നിലപാടോ അവരുടെ മറ്റ് വിശ്വാസ പ്രമാണങ്ങളോ മാനദണ്ഡമാക്കി വയ്ക്കാതെ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇടപെട്ട എല്ലാ പ്രശ്നങ്ങളും പരിശോധിച്ചാൽ അറിയാം. എല്ലാ രീതികളും മുൻപിൽ വന്നവരോട് ചർച്ച ചെയ്താലും അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെ ഒരു ഈശ്വരീയ കാര്യം ചെയ്യുന്നത് പോലെ ചെയ്തു പോകുമ്പോഴേക്കും സമൂഹത്തിൽ കിട്ടേണ്ട സ്വീകാര്യത ഏതൊരു പൊതുപ്രവർത്തനം കിട്ടും. ആ സ്വീകാര്യത ലഭിക്കുന്നുണ്ടാകാം. മുഖ്യമന്ത്രി മന്ത്രിമാരെയൊക്കെ കണ്ടല്ലോ അല്ലേ? ഏറെക്കുറെ എല്ലാ മന്ത്രിമാരെയും കണ്ടു. ഇനി 2-3 പേരെ കൂടെ കാണാനുണ്ട്. ഏറെക്കുറെ എല്ലാവരെയും കണ്ടു. പൊതുവെ സർക്കാരിൽ നിന്ന് ഒരു സഹകരണം ഇതുവരെ നല്ല പിന്തുണയാണ് ലഭിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുൾപ്പെടെ വികസന കാര്യങ്ങൾക്ക് രാഷ്ട്രീയ നിലപാട് വ്യത്യസ്തമായിരിക്കും. പക്ഷേ നാടിൻ്റെ വികസനത്തിന് ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും വളരെ പോസിറ്റീവായിട്ടുള്ള പിന്തുണയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും തദ്ദേശ മന്ത്രിയിൽ നിന്നും മറ്റുള്ള മന്ത്രിമാരും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല പ്രതീക്ഷയുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാനാണ്? ഇപ്പോൾ തെരുവ് നായ്ക്കളെ ഷെൽട്ടറിൽ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞത്. അത് ഞങ്ങൾക്ക് ആരംഭിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഇപ്പോൾ അങ്ങ് ഇരുന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ ജനം TV ഓഫീസിൻ്റെ മുൻപിൽ ഇത്ര തെരുവ് നായ്ക്കൾ വളരെ അസ്വസ്ഥ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ നിമിഷം അങ്ങവിടെ എത്തുന്നതിന് മുമ്പ് എന്നെ ഡോഗ് സ്ക്വാഡിനെ അവിടെ വിട്ടാൻ ഞാൻ തയ്യാറാണ്. ഇത്രത്തോളം വിൽ പവർ ഓടി ആ തെരുവ് നായ്ക്കളെ കൊണ്ടുപോയി ABC ചെയ്ത് അതിനെ ഷെൽട്ടറിൽ പാർപ്പിച്ച് തിരിച്ചവിടെ കൊണ്ട് തുറന്നു വിടില്ല. ഷെൽട്ടറിൽ പാർപ്പിച്ച് 3 നേരവും ആഹാരം കൊടുക്കാൻ തക്ക തരത്തിലേക്ക് സിസ്റ്റം തിരുവനന്തപുരം കോർപ്പറേഷൻ ഡെവലപ്പായി കഴിഞ്ഞു. ഞാൻ ഇത്രയും കോൺഫിഡൻസോടുകൂടി ഒരു ചാനലിനോടുകൂടി സമൂഹത്തോട് പറയില്ലേ, ഏത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. 6 മാസം കൊണ്ട് 6 മാസം എടുത്തില്ല, അതിന് മുമ്പ് ഞങ്ങൾ ചെയ്ത് പൂർത്തിയാക്കി. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങൾക്ക് ഏറ്റവും ആശ്വാസം പകരുന്ന നടപടിയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കുടിവെള്ള പ്രശ്നം, വെള്ളപ്പൊക്കം പരിഹരിക്കുവാനുള്ള നടപടികളിലേക്ക് പോവുകയാണ്. കുറച്ച് സമയമെടുക്കും. അതൊരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണ്. മാത്രമല്ല പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ചേർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ ഇടപെടലോട് പരിഹരിക്കേണ്ട പ്രശ്നമായതുകൊണ്ട് അദ്ദേഹം സമയമൊക്കെ അനുവദിച്ച് തന്നിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണ്.
ഇനിയുള്ളത് വേസ്റ്റ് മാനേജ്മെൻറ്റാണ്, മാലിന്യ നിർമ്മാർജ്ജനം. അത് ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ഡൽഹിയിലായിരുന്നു, ചില ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഭാരത് പെട്രോളിയം അവർ കോർപ്പറേഷൻ സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ അവർ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുന്നതായിട്ടുള്ള ഒരു നോൺ ബൈൻഡിങ് MOU പ്രിപ്പയർ ചെയ്യുന്ന തരം വരെ എത്തിയിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള കുറച്ച് ഹോംവർക്ക് കൂടി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പബ്ലിക് ടോയ്ലറ്റ് സംവിധാനം അതും ആവശ്യമാണ്. കാരണം നേരത്തെ ഇരുന്ന ഭരണസമിതി ഈ ടോയ്ലറ്റുകൾ എന്നൊക്കെ പറഞ്ഞ് പലതും തുടങ്ങിയിരുന്നു. പക്ഷേ ഈ ടോയ്ലറ്റൊന്നും തുടക്കം നല്ലതാണ്, പക്ഷെ പിന്നീട് അത് മെയിൻറ്റെയിൻ ചെയ്യാറില്ല. ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത് നമ്മുടെ മാനുവൽ ആയിട്ടുള്ള ടോയ്ലറ്റുകൾ തന്നെയാണ്, അത് തന്നെയാണ് ജനങ്ങൾക്കും താല്പര്യം. ഈ ടോയ്ലറ്റൊക്കെ പലപ്പോഴും ട്രെയിനിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, പക്ഷേ ആശങ്കകൾ ലേഡീസിനൊക്കെ പ്രത്യേകിച്ച് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാത്രമല്ല അത് കൃത്യമായിട്ട് മെയിൻ്റനൻസ് നടത്തിയില്ലെങ്കിൽ അതെല്ലാം തന്നെ പാളിപ്പോകുന്ന അവസ്ഥയാണ്. എന്തായാലും ഞങ്ങളൊരു 200 ടോയ്ലറ്റ് നിർമ്മിക്കുവാനുള്ള തീരുമാനം ആയിട്ടുണ്ട്. അതിൻ്റെ പണി ഉടൻ പുരോഗമിക്കും. ഏകദേശം ഒരു 14 അതിൻ്റെ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. കുടിവെള്ളം അതും പ്രധാനപ്പെട്ട കുടിവെള്ള പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞു. ഈ നഗരത്തിലെത്തുന്നവർക്ക് കുടിവെള്ള പ്രശ്നം എന്തെങ്കിലും കിയോസ്കുകളൊക്കെ അല്ല, കിയോസ്ക് കിയോസ്കൊക്കെ തുടങ്ങാം. കിയോസ്കിനേക്കാൾ പ്രശ്നം തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ളം അരുവിക്കരുന്ന ആവശ്യത്തിന് എത്തുന്നില്ല. അതിൽ 2 പ്രശ്നമുണ്ട്. ഒന്ന് 1994 ആവിഷ്കരിച്ച ഒരു കുടിവെള്ള പദ്ധതിയാണ് ഇപ്പോഴും ഉള്ളത്. 1994 ലക്ഷക്കണക്കിന് പോപ്പുലേഷൻ വർദ്ധിച്ചിട്ടുണ്ട്. ജനസംഖ്യ ലക്ഷക്കണക്കിന് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് കുടിയേറിയിട്ടുണ്ട് ആൾക്കാർ. ഇവിടെ വന്നിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ തന്നെ ലീക്കേജ് കൂടിയിട്ടുണ്ട്. അരുവിക്കരയിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടിയിട്ടുമില്ല. അപ്പോൾ അതിന് നമുക്ക് ഏത് രീതിയിൽ തരണം ചെയ്യാമെന്ന് വിദഗ്ധരുടെ എക്സ്പെർട്ട് ഒപ്പീനിയൻ ശേഖരിച്ചു കൊണ്ടിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി വരികയാണ്. നഗരത്തിലെ കുടിവെള്ള പ്രശ്നമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് പുറത്തുനിന്ന് വരുന്നവരുണ്ടല്ലോ. അപ്പോൾ തിരുവനന്തപുരം ആകുമ്പോൾ കേരളത്തിൽ അങ്ങേയറ്റത്ത് നാളുകൾ വരിക. അങ്ങ് പറഞ്ഞ വാട്ടർ കിയോസ്കുകൾ അത് ഇവിടെ പലതും ഉണ്ട്. കുറേയൊക്കെ തന്നെ ഈ CSR ഫണ്ടൊക്കെ ഉപയോഗിച്ച് ചെയ്യാനുള്ള എല്ലാ നടപടികളായിട്ടുണ്ട്. കുറേ നമുക്ക് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് കാത്തു കിടപ്പുണ്ട്. അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്ത ഉടനെ മുമ്പോട്ട് പോകും. നഗരവികസനം എപ്പോഴാണ് നമുക്ക് അടുത്തൊരു ഘട്ടം? മോഡിഫൈഡ് തിരുവനന്തപുരം എപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം? മോഡിഫൈഡ് തിരുവനന്തപുരത്തിലുള്ള ചർച്ചകൾ തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു എത്രയും പെട്ടെന്ന് തന്നെ ഈ വർഷം അവസാനത്തിന് മുമ്പ് തന്നെ ചില കാര്യങ്ങളിലുള്ള നീക്കങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരു സ്വതന്ത്രൻ്റെ പിന്തുണയിലാണ് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ ആ സ്വതന്ത്രനെ പല രീതിയിലും സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിന് മാധ്യമങ്ങളെയും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കാരണം അയാളുടെ പുറകെയാണിപ്പോൾ മാധ്യമം. മറ്റൊരു സ്വതന്ത്രം കൂടിയുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിലേക്ക് വോട്ടെടുപ്പിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടോ? അല്ല, ഞാൻ മനസ്സിലാക്കിയത് 2 സ്വതന്ത്ര കൗൺസിലർമാരാണ് നമ്മുടെ ഈ കോർപ്പറേഷനിൽ ഇപ്പോൾ ഉള്ളത്. ഒന്ന് പൗണ്ടുവട വാർഡിൽ നിന്ന് ജയിച്ച സുധീഷും മറ്റൊന്ന് കണ്ണമൂല വാർഡിൽ നിന്ന് ജയിച്ച ശ്രീ പാറ്റൂർ രാധാകൃഷ്ണൻ. ഈ 2 പേരും വളരെ കൃത്യമായിട്ടുള്ള നിലപാടുള്ളവരാണ്. 2 പേരും നല്ല കഴിവുള്ള പൊതുപ്രവർത്തകരാണ്. ഞാൻ പൊതുപ്രസംഗത്തിൽ തന്നെ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞല്ലോ, LDF, UDF, NDA ഈ 3 പാർട്ടികളുടെയും സ്ഥാനാർത്ഥികൾ ഈ 2 വാർഡിലുണ്ടായിരുന്നു. ആ സ്ഥാനാർത്ഥികളെ 3 പേരെയും പരാജയപ്പെടുത്തിയാണ് ഇവർ 2 പേരും ജയിച്ചത്. അപ്പോൾ ജനസ്വാധീനമുള്ളവരാണ്, കൃത്യമായിട്ടുള്ള നിലപാടുള്ളവരാണ്. കഴിഞ്ഞ 6 മാസമായി സഹപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കുമ്പോഴേക്കും ഇവർ 2 പേരും അവരുടെ 2 പേരുടെയും ശൈലി 2ആണ്. രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലം മാധ്യമരംഗത്ത് പ്രവർത്തിക്കും. തിരുവനന്തപുരത്ത് നിറഞ്ഞു നിന്ന ഒരു പരിചയം അദ്ദേഹത്തിനുണ്ട്. സുധീഷെ സംബന്ധിച്ചിടത്തോളം സംഘടനാ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം കോളേജിലും അതോടൊപ്പം തന്നെ പ്രാദേശികമായിട്ട് നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തകനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട്. ഇവർക്ക് 2 പേർക്ക് കൃത്യമായിട്ടുള്ള നിലപാടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സ്വാധീനിക്കാനൊന്നും ആർക്കും കഴിയില്ല. അവർ സാഹചര്യം വച്ചിട്ട് അവരുടെ നിലപാടുകൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അനാവശ്യമായിട്ട് സ്വാധീനിക്കാൻ ഇവർ 2 പേരെ സ്വാധീനിക്കാനും ആർക്കും സാധിക്കില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെ സ്വാധീനിക്കുന്ന സാഹചര്യങ്ങളാണ്. അവർക്ക് ഈ ഭരണസമിതിയുടെ പ്രവർത്തനത്തിൽ രാധാകൃഷ്ണൻ തുറന്നു പറയുകയും ചെയ്തു. അവർക്ക് ഈ ഭരണസമിതിയുടെ പ്രവർത്തനത്തിൽ തൃപ്തികരമാണെങ്കിൽ അവർ തൃപ്തി രേഖപ്പെടുത്തും, അതൃപ്തിയാണെങ്കിൽ അതൃപ്തി രേഖപ്പെടുത്തും. ഞാൻ 101 കൗൺസിലർമാരോടും 100 കൗൺസിലർമാരോടും മേയർ എന്നുള്ള നിലയ്ക്ക് ഒരേ തരത്തിൽ തന്നെയാണ് ഇടപെടുന്നത്. സ്വാഭാവികമായിട്ട് ഭരണസമിതിയുടെ കൗൺസിലർമാർ ഞങ്ങൾ കുറേ കാലം കൊണ്ട് ഒരു പാർട്ടിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴേക്കും കുറച്ച് കൂടുതൽ അടുപ്പം ഉണ്ടാവും ഓരോരുത്തർക്കും. അത് വ്യക്തിപരമായൊരു സ്വാതന്ത്ര്യമൊക്കെയാണ്. പക്ഷേ മേയർ എന്നുള്ള നിലയ്ക്ക് എല്ലാ പേരോടും, അതിപ്പോൾ സുധീഷ് ആയിക്കോട്ടെ രാധാകൃഷ്ണൻ ആയിക്കോട്ടെ, സ്വതന്ത്ര കൗൺസിലറോടും അതോടൊപ്പം തന്നെ കുറച്ച് മെമ്പർഷിപ്പൊക്കെ കുറഞ്ഞ പാർട്ടികളുണ്ടല്ലോ, ആ പാർട്ടിയുടെ കൗൺസിലർമാരോട് ഞാൻ കൂടുതൽ കെയറാണ് കാണിക്കുന്നത്. കാരണം അവർക്ക് 1-2 അംഗങ്ങളൊക്കെ കളി കാണുള്ളൂ. അപ്പോൾ ഒരു അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ ഒരു അരക്ഷിത ബോധം
അവർക്ക് ഫീൽ ചെയ്യരുത് കൗൺസിലിനുള്ളിലോ അവരുടെ വാർഡുകളിലോ ആ ഒരു കോൺഫിഡൻസ് അവരിലൊക്കെ തന്നെ നൽകാൻ ശ്രമിക്കാറുണ്ട്. ഈ മേയറും ഡെപ്യൂട്ടി മേയറൊക്കെ ഈ ഭരണകാര്യങ്ങളിൽ സജീവമാകാതെ റീൽസ് ഇട്ട് നടക്കുന്ന സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ആക്ഷേപം ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഞാനിന്ന് രാവിലെ 8:30 മണിക്ക് കൂടെ വന്നതാണ്. ഇന്ന് രാത്രി 11 മണിയുടെ കൂടെ ഉണ്ടാവും. പിന്നെ കാല് കുറച്ചുകൂടെ സുഖം ഉണ്ടായിരുന്നെങ്കിൽ ഫീൽഡിലും പോയേനെ. സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം മുതൽ ഇന്ന് വരെ 10:30 11 മണിക്ക് മുമ്പ് ഈ ഓഫീസിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. പോകുന്നെങ്കിൽ തന്നെ ഗവൺമെൻറ് പ്രോഗ്രാമിനോ കോർപ്പറേഷൻ പ്രോഗ്രാമിനോ വേറെ ഏതെങ്കിലും പൊതുപരിപാടിക്കുമായിരിക്കും. അപ്പോൾ ഇതിലപ്പുറം ഏത് രീതിയിലാണ് സജീവമാകേണ്ടത്? ഇപ്പോൾ ഈ ജനചാനലിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ട് ജനചാനൽ വന്നതല്ല. മേയറുടെ ഒരു ഇൻ്റർവ്യൂ ജനചാനൽ ആവശ്യപ്പെട്ടു. ഒരു പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനമാണ്, ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കുന്നു. നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴേക്കും തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ ആയതുകൊണ്ട് ചിലർ ഫോട്ടോ എടുക്കും, ചിലർ റീൽസ് എടുക്കും, അവരിടും. അതിൻ്റെ ഒന്നും പിറകുവാൻ ഞങ്ങൾക്ക് കിട്ടില്ല. പിന്നെ എന്തായാലും മേയറുടെ റീൽസും ഫോട്ടോയും ഒക്കെ നോക്കി വിമർശിക്കാനിരിക്കുകയാണെങ്കിൽ അത് നിലവാരം കുറഞ്ഞ പ്രവൃത്തിയാണ്. മേയറുടെ ആശയത്തെയോ പ്രവർത്തന ശൈലിയൊക്കെ വിമർശിക്കാം. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ മറ്റ് ആൾക്കാരുടെ മറ്റ് നേതാക്കളുടെ മറ്റ് പൊതുപ്രവർത്തകരുടെ ഇത്തരത്തിലുള്ള കാര്യത്തിൽ നോക്കി നടക്കാൻ നമുക്ക് സമയമില്ല. ആ രീതിയിലുള്ള ശൈലിയുമല്ല. ഇപ്പോൾ പൂർവാധികം ശക്തമായി മുന്നോട്ട് പോവുക. തീർച്ചയായും എല്ലാ ആശംസകളും നേരുന്നു. വളരെ സന്തോഷം. ഓക്കെ, വളരെയധികം നന്ദി.